150ഓളം ഇസ്രയേലികൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റു. അതിൽ 70 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതിൽ തന്നെ സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ പലതും പുറത്തു വരുന്നുണ്ട്. ഇറാൻ പറയുന്നത് 30ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള തരത്തിലാണ്. 30ഓളം ഇസ്രയേലികൾ മരണപ്പെട്ടിരിക്കുന്നു. ഉരുക്ക് ഡോം, അയൺ ഡോം പരിപൂർണമായി ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേലിന്റെ സുരക്ഷ എല്ലാം ഭേദിച്ചുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രകടനമാണ് ഇറാൻ നടത്തുന്നത്. ഇറാന്റെ മിസൈലുകൾ ദീർഘദൂരം സഞ്ചരിക്കുന്നു. 4000-ലേറെ കിലോമീറ്ററുകൾ ഇടാൻ കഴിയുന്ന അത്രയേറെ റേഞ്ചുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്ന് ഇസ്രയേൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെ ഇറാനെ തലങ്ങും വിലങ്ങും ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രയേലും അമേരിക്കയും കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ ആയുധപ്പുര തുറന്നാൽ പിന്നെ ഉണ്ടാകുന്ന അപകടങ്ങൾ എത്രത്തോളം ഭയാനകമാണെന്ന് കണക്ക് കൂട്ടുകയാണ്. അമേരിക്കയുടെ ഡിഫൻസ് എക്കോണമി അത് തന്നെ ദൈനംദിന ചെലവുകൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. ഇതിനിടയിൽ ഇറാൻ നടത്തുന്ന ഉപരോധം ലോകരാജ്യങ്ങളെ പിടിച്ചു കുലുക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അവർ തുറക്കില്ല എന്ന് ശക്തമായി തന്നെ പറഞ്ഞു. അത് ഇനി ഏറെ നാളുകൾ അടഞ്ഞു തന്നെ കിടക്കും എന്നുള്ളത് തന്നെയാണ് അനിശ്ചിതകാലത്തേക്ക്. ഇവിടെ എടുത്തു പറയേണ്ടത് ഇസ്രയേലിനുണ്ടായ കനത്ത നാശനഷ്ടമാണ്. ഇറാന്റെ പരമോന്നതകാരിയെ കൊലപ്പെടുത്തിയും ഇറാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉപദ്രവിച്ച് അവരെ കശാപ്പ് ചെയ്തും ഒക്കെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ യുദ്ധം ജയിച്ചു കളയാം, അമേരിക്കയുടെ വിരട്ടൽ കൂടിയാകുമ്പോൾ ഇറാൻ പത്തിമടക്കുമെന്ന് വിചാരിച്ചവർക്ക് കണക്കൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുകയാണ്. ഇസ്രയേലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള താവളങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ഹൈഫ നഗരം ഉൾപ്പെടെ വെന്ത് വെണ്ണീറാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇസ്രയേലിലെ ആണവ പരീക്ഷണശാലകൾ കൃത്യമായി സ്പോട്ട് ചെയ്ത് തന്നെയാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇസ്രയേലിനെ പരിപൂർണമായി ഇല്ലാതാക്കിയിട്ടേ ഇറാൻ വിശ്രമിക്കുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ യുദ്ധം എവിടെയും ചെന്ന് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ള ശക്തമായൊരു താക്കീത് തന്നെയാണ് ഇറാൻ ഈ നിമിഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യുഎസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഈ യുദ്ധം അവസാനിപ്പിക്കണം. കാരണം സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങൾ ഇസ്രായേലിനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. 12 ദിവസം നീണ്ടുനിന്ന വാറ് പോലെ, ആ യുദ്ധം പോലെ അല്ല. അന്ന് ഖത്തറിലെ അമേരിക്കൻ എയർബേസ് ബോംബിട്ട് തകർത്തുകൊണ്ടാണ് ഇറാൻ താൽക്കാലികമായി ഒന്ന് കെട്ടടങ്ങിയതെങ്കിൽ ഇത്തവണ ഇറാനെ മെരുക്കാൻ കഴിയില്ല. ഇസ്രായേൽ അട്ടിക്കൊണ്ട് പുളയുകയാണ്. നാനാഭാഗത്തു നിന്നും അട്ടി മേടിച്ചു കെട്ടുകയാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ കൂടി ഇറങ്ങിയാൽ ഇസ്രായേലിനെ ഞെരിച്ച് പപ്പടം പൊടിക്കുന്ന പോലെ പൊട്ടിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.